നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. 2017 ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. LD ക്ലർക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിൽ പടിഞ്ഞാറു നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻസിൽ കബനി, പെരിയാർ, ഭാരതപ്പുഴ, മൂവാറ്റുപുഴ. അപ്പോൾ അറിയാം, നമുക്കത് കിഴക്കോട്ട് ഒഴുകുന്നത് കബനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണുള്ളത്: കബനി, ഭവാനി, പാമ്പാർ. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം കബനിയാണ്. ഇനി കേരള പിറവി ദിനം ഏത്? 1956 നവംബർ 1, 1956 നവംബർ 1. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസിൽ മലനാട്, ഇടനാട്, പീഠഭൂമി, തീരപ്രദേശങ്ങൾ. അപ്പോൾ പീഠഭൂമിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ നമ്മൾ പലവട്ടം വായിച്ചു കേട്ടുള്ളതാണ് മലനാടും ഇടനാടും തീരപ്രദേശങ്ങളുമാണ് ഉള്ളത്. ഭൂപ്രകൃതിയിൽ പെടാത്തത് പീഠഭൂമി. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്ന രേഖ ഏത്? 82.5 ഡിഗ്രി കിഴക്ക്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്ന രേഖ 72.5 ഡിഗ്രി കിഴക്ക് ആണ്. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി ഏത്? ഓപ്ഷൻസിൽ തീരപ്രദേശം. കാണപ്പെടാത്ത ഒരു ഭൂപ്രകൃതി ഏത്? തീരപ്രദേശം, കായൽ, മരുഭൂമി, ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ കാണപ്പെടാത്തത് മരുഭൂമി. മരുഭൂമിയാണ് തെക്കേ ഇന്ത്യയിലോട്ട് ഇല്ലാത്തത്. ബാക്കി തീരപ്രദേശങ്ങളുണ്ട്, കായലുണ്ട്, ഡെക്കാൻ പീഠഭൂമിയുണ്ട്. അപ്പോൾ കാണപ്പെടാത്തത് മരുഭൂമിയാണ്. ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി ഏത്? ഗംഗ. ഭാരതീയർ പുണ്യനദിയെ കണക്കാക്കുന്ന നദി ഗംഗാ നദിയാണ്. ഓപ്ഷൻസിൽ യമുന, ബ്രഹ്മപുത്ര, നർമ്മദ, ഗംഗ ഉണ്ട്. ഉത്തരം ഗംഗയാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? ചാണക്യൻ. അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ചാണക്യൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857, 1857. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? റാഡ്ക്ലിഫ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് റാഡ്ക്ലിഫ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് VP മേനോൻ. കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? തിരൂർ. കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം തിരൂർ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ചേരിചേരാ നയം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര് ചേരിചേരാ നയം. ഇന്ത്യയിലെ 1ാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? കൃഷി. ഇന്ത്യയിലെ 1ാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല കൃഷി. റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസിൽ കാർഷിക വായ്പകൾ, ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാവ്, നോട്ട് അടിച്ചിറക്കൽ, ബാങ്കുകളുടെ ബാങ്ക്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തത് കാർഷിക വായ്പകൾ എന്നുള്ളതാണ്. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏത്? ഓപ്ഷൻസിൽ തൊഴിലുറപ്പ് പദ്ധതി, മൈക്രോ ഫിനാൻസ്, ജയന്തി റോസ്ഗാർ യോജന, കുടുംബശ്രീ. അപ്പോൾ മൈക്രോ ഫിനാൻസ് ആണ്. ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി മൈക്രോ ഫിനാൻസ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏത്? PSLV C-34. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കാർട്ടോസാറ്റ് 2C, ആര്യഭട്ട, PSLV C-34, ഇൻസാറ്റ് 1B. ഇതിൽ PSLV C-34. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? മൗലിക അവകാശങ്ങൾ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര? 10 രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം 10 രൂപ. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള നിയമം ഏത്? ഗാർഹിക പീഡന നിരോധന നിയമം. സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഗാർഹിക പീഡന നിരോധന നിയമം. മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നു. ഇത് ഏതു നിയമപ്രകാരം കുറ്റകരമാണ്? സൈബർ നിയമം.
മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ചു അസഭ്യം പറയുന്നു. ഇത് ഏത് നിയമപ്രകാരം കുറ്റകരമാണ്? സൈബർ നിയമം. ഇൻഡിക്ക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? മെഗസ്തനീസ്. ഇൻഡിക്ക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? മെഗസ്തനീസ്. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസ താരം. അപ്പോൾ ഇത് 2017 ചോദ്യപേപ്പറാണ്. അതിനെ ബേസ് ചെയ്ത് ഓപ്ഷൻസിൽ നിന്നും മുഹമ്മദ് അലി. 2017 ചോദ്യപേപ്പർ ആയതുകൊണ്ടാണ് മുഹമ്മദ് അലി. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏത്? അവകാശങ്ങൾ. ഓപ്ഷൻസിൽ ബാലവേല, സ്ത്രീ ശാക്തീകരണം, അവകാശങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അവകാശങ്ങൾ. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. അക്ബർ രൂപം കൊടുത്ത മതം ഏത്? ദിൻ ഇലാഹി. അക്ബർ രൂപം കൊടുത്ത മതം ദിൻ ഇലാഹി. ഒരാറ്റത്തിലെ K ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2. ഒരാറ്റത്തിലെ K ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അലൂമിനിയത്തിൻ്റെ അയിരേത്? ഓപ്ഷൻസിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ബോക്സൈറ്റ്, കളിമണ്ണ്. അപ്പോൾ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയണിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആൻറ്റോയിൻ ലവോയിഷ്യർ. അദ്ദേഹമാണ് ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിൽ ആണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേരെന്ത്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേരെന്ത്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ട്. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? വാട്ട്. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഏറ്റവും ഉയർന്ന താപനിലയുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീല. ഏറ്റവും ഉയർന്ന താപനിലയുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? നീല. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാൻ കാരണമെന്ത്? പ്ലവക്ഷമ ബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാൻ കാരണം പ്ലവക്ഷമ ബലം. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതുതരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതുതരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? 46 എണ്ണം. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? 46 എണ്ണം. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ക്യൂണിക്കൾച്ചർ. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ക്യൂണിക്കൾച്ചർ. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻസിൽ എയ്ഡ്സ്, ചിക്കൻ പോക്സ്, കോളറ, ഡെങ്കിപ്പനി. അപ്പോൾ വൈറസ് രോഗം അല്ലാത്തത് കോളറയാണ്. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. താഴെ കൊടുത്തവയിൽ വംശനാശം സംഭവിച്ച ജീവി ഇനം ഏത്?
ഓപ്ഷൻസിൽ ക്വാഗ, സിംഹവാലൻ കുരങ്ങ്, വരയാട്, മലബാർ വിരുക്. ഉത്തരം ക്വാഗ. വംശനാശം സംഭവിച്ച ജീവിയിനമാണ് ക്വാഗ. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ക്ഷയം. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസിൽ ഇരവികുളം, പേപ്പാറ, സൈലന്റ് വാലി, ആനമുടിച്ചോല. അപ്പോൾ നാഷണൽ പാർക്ക് അല്ലാത്തത് പേപ്പാറ. പേപ്പാറയിൽ ഡാമുണ്ട്, അല്ല നാഷണൽ പാർക്കില്ല. അപ്പോൾ നാഷണൽ പാർക്കിന് ഉദാഹരണമല്ലാത്തത് പേപ്പാറ. പേപ്പാറ തിരുവനന്തപുരത്താണ്. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ സാധാരണ തോത് എത്ര? 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. 9 to 11 മില്ലിഗ്രാം പെർ 100 ml. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഗ്രലിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രലിൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ ഉത്തരം. 2-3 ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ്. അല്ലാതെ ഈ ചോദ്യപേപ്പറിലെ GK ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം. പിന്നീടുള്ളത് മാത്സ് ഒക്കെയാണ്. മാത്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആവർത്തിച്ച് കേട്ട് നോക്കുക. കേട്ട് നോക്കിയിട്ട് ഒരു ബുക്കിലോട്ടോ പേപ്പറിലോട്ടോ ഒക്കെ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്കിത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മോക്ക് ടെസ്റ്റായിട്ട് ഇടുന്നത് അതിൽ നിന്നും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ നോക്കുക. പല പ്രാവശ്യം ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകളിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുകയും ഇടയ്ക്ക് ഇതൊന്ന് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ഇന്നത്തെ ചോദ്യപേപ്പറിലെ കുറേ ചോദ്യങ്ങളും കുറച്ച് സാമാന്യം ഈസി ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇതുമായിട്ട് കേൾക്കാതെ ഇരുന്ന് പെട്ടെന്ന് കേൾക്കുമ്പം ഈ ഓപ്ഷൻസും ഒക്കെ കാണുമ്പം ചിലപ്പോൾ പലർക്കും പറ്റുന്നൊരു കാര്യം സംശയം വരും. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക. അതുപോലെ തന്നെ പഠിച്ചത് നന്നായിട്ട് ഓർക്കുന്നത് പോലെ പല പ്രാവശ്യം കേട്ട് നോക്കുകയും എഴുതി നോക്കുകയും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക ഒക്കെ ചെയ്യുക. കഴിയുമെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും പറ്റുന്ന മുറയ്ക്ക് തനിയെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഒരു ദിവസം GK ക്വസ്റ്റ്യൻസ്, അടുത്ത ദിവസങ്ങളിൽ മാത്സ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പറ്റുന്നത് പോലെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് എത്രത്തോളം നമുക്ക് അറിയാം എന്നുള്ളത് മനസ്സിലാകുന്നത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.